അങ്ങനെ നമ്മുടെ ടേസ്റ്റി സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. മലബാർ ഏരിയകളിലെ കല്യാണത്തലേന്ന് ഉച്ചയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് സ്രാവ് കറി. എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് പെട്ടെന്ന് നോക്കിയാലോ. സ്രാവ് കറിക്ക് പുളിരസം വളരെ കുറവ് മതി. അതുകൊണ്ട് ചെറിയ നെല്ലിക്കയുടെ അളവിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വയ്ക്കുക. ഇത് ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അരപ്പിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു പച്ചമുളക്, 6 മുതൽ 8 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് അരപ്പിന് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ സ്രാവ് ചേർത്ത് 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീൻ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഈ അരപ്പിൽ നമ്മൾ കുറച്ചധികം ചെറിയുള്ളിയൊക്കെ ഇട്ടത് കൊണ്ട് ഒരു 3 മിനിറ്റോളം ഒന്നുകൂടി തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കറി വാങ്ങി വയ്ക്കാം. കൂടാതെ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകിട്ട് താളിച്ചത് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. സ്രാവ് കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ലതുപോലെ തേങ്ങ വേണം അരപ്പിന്. പുളി രസം മുന്നിട്ട് നിൽക്കാൻ പാടില്ല. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. കൂടാതെ ചെറിയ ഉള്ളി, നല്ലതുപോലെ ചെറിയ ഉള്ളിയും നമ്മുടെ സ്രാവ് കറിക്ക് ആവശ്യമാണ്.